ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്യുന്നില്ല എന്ന് ആലോചിച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വേറൊന്നുമല്ല, ഇത് PS5 പ്രോവിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ PS5 Pro എന്ന കൺസോൾ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ അത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാത്തതിന്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ഒരു ഫീച്ചർ, ഒരൊറ്റ ഫീച്ചർ കാരണമാണ്. ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് Wi-Fi 7 ആണ്. അതെ, ഈ കൺസോളിൽ Wi-Fi 7 അവൈലബിൾ ആണ്. Wi-Fi 7ന്റെ ഒരു പ്രശ്നമല്ല, ഇന്ത്യയിൽ അതൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് Wi-Fi 7 യൂസ് ചെയ്യുന്നത് 6 GHz സ്പെക്ട്രം ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 5G യൂസ് ചെയ്യുന്നത് 5 GHz സ്പെക്ട്രം, അതുപോലെ Wi-Fi 7 യൂസ് ചെയ്യുന്നത് 6 GHz സ്പെക്ട്രം ആണ്. അപ്പോൾ ഈ ഒരു 6 GHz സ്പെക്ട്രം ഇന്ത്യയിൽ ഒഫീഷ്യലി ലൈസൻസ് ചെയ്തിട്ടില്ല കൊമേഴ്ഷ്യൽ യൂസിനായിട്ട്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനായിട്ട് ഈ ഒരു സ്പെക്ട്രം തുറന്നു കൊടുത്തിട്ടില്ല. ഇന്ത്യയിലത്തെ കുറച്ചധികം ഡിഫൻസ് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻസിനായിട്ട് ഈ ഒരു സ്പെക്ട്രം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്രൈവറ്റ് പാർട്ടീസിന് മാത്രമായിട്ട് ഈ ഒരു സ്പെക്ട്രം തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ കൊമേഴ്ഷ്യൽ യൂസിനായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിനായിട്ട് ഇത് തുറന്നു കൊടുത്തിട്ടില്ല. ഈ ഒരു 6 GHz സ്പെക്ട്രത്തിന്റെ ഒരു ലീഗൽ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് സോണി ഒഫീഷ്യലി ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാത്തത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന മിക്ക മുന്തിയ ഇനം ഫോണുകളിലും ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ട് താനും. പക്ഷേ എന്നിട്ടും സോണി എന്തുകൊണ്ട് ഈ ഒരു കൺസോൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരത്തിൽ ഈ ഒരു കൺസോൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് ഓതറൈസ്ഡ് സെല്ലേഴ്സ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് പാർട്ട്നേഴ്സ് ഇല്ല. ഇന്ത്യയിൽ മിക്ക മുന്തിയനം കൺസ്യൂമർ ഇലക്ട്രോണിക് ഗുഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ലോഞ്ച് ഇവന്റ് ഉണ്ടാവും. ഈ ഒരു ലോഞ്ച് ഇവന്റിലാണ് സാധാരണ അവരുടെ ഓതറൈസ്ഡ് സെല്ലേഴ്സ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽ സെല്ലേഴ്സ് ആരാന്ന് കമ്പനി വ്യക്തമാക്കുന്നത്. PS5 Pro ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു ലോഞ്ച് ഇവന്റ് ഇല്ലായിരുന്നു. ലോഞ്ച് ഇവന്റ് ഇല്ലായിരുന്നതിനാൽ തന്നെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് സെല്ലേഴ്സ് ആരാന്ന് ഇവർ പറഞ്ഞില്ല. ബേസ് PS5 ഒക്കെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സോണിയുടെ ലോഞ്ച് ഇവന്റ് ഉണ്ടായിരുന്നു. ആ ഒരു ലോഞ്ച് ഇവന്റിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതെല്ലാം ഇവരുടെ ഒഫീഷ്യൽ ഓതറൈസ്ഡ് സെല്ലേഴ്സ് ആണ് ഇവർ അന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഒഫീഷ്യൽ ഓതറൈസ്ഡ് സെല്ലേഴ്സ് ആരുമില്ല, കാരണം ഒഫീഷ്യലി കൺസോൾ ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും ഇന്ത്യയിൽ കുറച്ച് തേർഡ് പാർട്ടി അൺഒഫീഷ്യൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി അൺഓതറൈസ്ഡ് സെല്ലേഴ്സ് വഴി നമുക്ക് ഈ ഒരു കൺസോൾ ഇന്ത്യയിൽ ലഭ്യമാണ്. അത്തരത്തിലാണ് ഞാനും ഈ ഒരു കൺസോൾ ഈ അടുത്ത് മേടിച്ചത്. പക്ഷേ ഈ ഒരു അൺഓതറൈസ്ഡ് സെല്ലേഴ്സ് ത്രൂ നമ്മൾ ഈ ഒരു കൺസോൾ മേടിച്ചാലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോണിയുടെ ഒഫീഷ്യൽ ഓതറൈസ്ഡ് സെല്ലർ വാറണ്ടി അത് നമുക്ക് കിട്ടത്തില്ല. അപ്പം നമുക്കറിയാം എത്രത്തോളം പൈസ മുടക്കുന്നതാണ്. അപ്പം പൈസ മുടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വലിയൊരു സമാധാനം കിട്ടുന്ന സംഭവമാണ് ഒഫീഷ്യൽ വാറണ്ടി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബേസ് PS5 ഇന്ത്യയിൽ ഒഫീഷ്യലി അവൈലബിൾ ആയ സാധനത്തിന് കമ്പനി നൽകുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ 1 കൊല്ലമാണ്. നമ്മളൊരു കൺസോൾ മേടിച്ചു, അത് ഉടനെ കേടാവും എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒഫീഷ്യൽ വാറണ്ടി ഉള്ളത് എന്തുകൊണ്ടും ഒരു മനസ്സമാധാനം തന്നെയാണ്. ഇനി ഇവിടുത്തെ വേറൊരു പോരായ്മ എന്ന് പറയുന്നത് ഒഫീഷ്യലി സാധനം ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് ഒരു ഒഫീഷ്യൽ സോണി പ്രൈസ് ഇല്ല. നമ്മുടെ ബേസ് PS5ന്റെ ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 55,000 രൂപയാണ്. അത് ഒഫീഷ്യൽ പ്രൈസ് ആണ്. അതിൽ നിന്ന് ഡിസ്കൗണ്ട് വരും. ചിലപ്പോൾ 50,000 ആയിട്ട് കുറയും, ചിലപ്പോൾ 45,000 ഒക്കെ വരെ കുറഞ്ഞു കിട്ടാറുണ്ട് ഡിസ്ക് ഉള്ള വേർഷൻ. അപ്പം ആ ഒരു മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു PS5 Pro കൺസോളിൽ ഡിസ്ക് വരുന്നില്ല. ബേസ് PS5ന്റെ പ്രൈസുമായിട്ട് ഒഫീഷ്യൽ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഒരുപക്ഷെ ഒഫീഷ്യലി സോണി ഈ ഒരു കൺസോൾ ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ അത് പോകുന്ന മാക്സിമം ഒരു പ്രൈസ് എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്കൊരു 65K അല്ലെങ്കിൽ ഒരു 65,000 രൂപയ്ക്ക് നമുക്കത് പ്രതീക്ഷിക്കാമായിരുന്നു. ഇനി അങ്ങേയറ്റം പോയാൽ അതിനൊരു 70,000 രൂപയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ ഒഫീഷ്യലി ഈ ഒരു സാധനം ലോഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സെല്ലേഴ്സ് ഈ ഒരു കൺസോൾ ഇന്ത്യയിൽ വിൽക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പൈസ ഇട്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള MRP അങ്ങോട്ട് ഇട്ടിട്ട് ഇവർക്ക് സെല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടീസ് ത്രൂ നമ്മൾ ഈ ഒരു കൺസോൾ മേടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്ന ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 75Kക്ക് മേളിലോട്ട്, അതായത് 75,000 രൂപയ്ക്ക് മേലോട്ടാണ് ഇതിന്റെ പ്രൈസ്. ഏകദേശം ഒരു 4 മാസം മുന്നേ 75,000 ആയിരുന്നു ഇതിന്റെ ഒരു ലിസ്റ്റിംഗ് പ്രൈസ്. ഇപ്പൊ അതേ കൺസോളിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 85,000 രൂപയായി. ഒരുപക്ഷെ 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു 95,000 രൂപയും കൂടെയാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കൺസോളിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 7 കൊല്ലമാണ്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ബേസ് PS5 റിലീസ് ചെയ്ത് 2020 അല്ലെങ്കിൽ 2019 നവംബറിലാണ് ബേസ് PS5 റിലീസ് ചെയ്തത്. അതിന്റെ ഒരു ലൈഫ് സൈക്കിളിന്റെ ഓൾമോസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് ആയി ഈ ഒരു 2026 എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 2026 നവംബർ ആവുമ്പം അടുത്ത വേർഷൻ ഓഫ് PlayStation റിലീസ് ആവും. അടുത്ത വേർഷൻ ഓഫ് PlayStation എന്ന് പറഞ്ഞാൽ അത് PS6 ആണ്. ഇന്ത്യയിലത്തെ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് 3 പോരായ്മകളായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒഫീഷ്യലി സാധനം കിട്ടത്തില്ല. ഈ ഒഫീഷ്യലി സാധനം കിട്ടാത്തത് കൊണ്ട് തന്നെ ഒഫീഷ്യൽ വാറണ്ടി ഇല്ല, ഒഫീഷ്യൽ സെല്ലേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് പൈസ കൊടുക്കേണ്ടി വരും തേർഡ് പാർട്ടീസിന്. കൂടുതലായിട്ട് പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനത്തിന് ഈ പറഞ്ഞ പോലെ വാറണ്ടി ഇല്ല. ഇനി അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന 2025 ഈ ഒരു 2025 ഇനി പോട്ടെ 2026 പോയിട്ട് കൺസോൾ മേടിച്ചാൽ അതിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. കാരണം ഉടനെ തന്നെ
നെക്സ്റ്റ് വെർഷൻ ഓഫ് പ്ലേ സ്റ്റേഷൻ റിലീസ് ആവും, അതായത് PS6 2026 അവസാനം. അപ്പോൾ ഇത്രയും രൂപയും മുടക്കി വാറണ്ടിയും ഇല്ലാതെ വെറും 1 അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം വെറും 2 കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു PS5 Pro കൺസോള് ഇപ്പോൾ ഒരാൾ മേടിക്കുവാണെങ്കിൽ ഇന്ത്യയിൽ മേടിക്കുന്നത്. ഈ കാരണത്താലാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് PS5 Pro ഒട്ടും നല്ല ഡീലല്ല. ഇത്തരത്തിൽ ഒട്ടും നല്ല ഡീൽ അല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചത്. കാരണം ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ആരെന്റെ അടുത്ത് വന്നിട്ട് ബേസ് PS5 വേണോ PS5 Pro വേണോ ഇപ്പൊ എടുക്കാന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവരുടെ അടുത്തും ബേസ് PS5 എടുത്താൽ മതി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറി മറിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ 6 GHz സ്പെക്ട്രം കൊമേഴ്ഷ്യൽ യൂസിനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ജനുവരി എനിക്ക് തോന്നുന്നു അവസാനത്തെ 2 ആഴ്ച ആ ഒരു ടൈമിലാണ് അത് ഡീലൈസൻസ് ചെയ്തു. 6 GHz സ്പെക്ട്രം കൊമേഴ്ഷ്യൽ യൂസിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 6 GHz മൊത്തത്തിൽ തുറന്നു കൊടുത്തിട്ടില്ല, അതിന്റെ കുറച്ചൊരു ലോവർ സ്പെക്ട്രങ്ങൾ കുറച്ചെണ്ണമാണ് തുറന്നു കൊടുത്തേക്കുന്നത്. ലോവർ സ്പെക്ട്രം ആണെങ്കിൽ പോലും ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു ലീഗൽ കോംപ്ലിക്കേഷൻസ് മിക്ക കമ്പനികൾക്കും മാറ്റിക്കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സോണി എന്ന് പറഞ്ഞ കമ്പനിക്കും ഒഫീഷ്യലി അവർക്ക് ഇനി PS5 Pro ലോഞ്ച് ചെയ്യാം ഇന്ത്യയിൽ. Wi-Fi 7 ഉണ്ടെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് 6 GHz സ്പെക്ട്രം ആണ് യൂസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് അവർക്ക് വിൽക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല കമ്പനി അടുത്ത മാസം വന്നിട്ട് PS5 Pro ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുമെന്ന്. പക്ഷേ എങ്കിലും നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ PS5 Pro ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അത്തരത്തിലുള്ള പ്രതീക്ഷയ്ക്കുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് ഈ അടുത്തായിട്ട് നമുക്ക് വേറെ കുറച്ച് ന്യൂസുകൾ വന്നു തുടങ്ങി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കൺസോളിന്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 7 കൊല്ലമാണ്. അതാണ് ഒരു കൺസോൾ ജനറേഷൻ. പക്ഷേ ഈ അടുത്തായിട്ട് കുറെ ലീക്കുകൾ വന്നു തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വെർഷൻ ഓഫ് പ്ലേ സ്റ്റേഷൻ അഥവാ PS6 അത് 2028 അതിനപ്പുറത്തേക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിലത്തെ ചില ലീക്കുകൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ 2029 എൻഡ്, അതായത് ഓൾമോസ്റ്റ് 2030. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും PS5 അഥവാ ബേസ് PS5 ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10 കൊല്ലമാവും. PS6 ലോഞ്ച് നീട്ടിപ്പോകാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനൊക്കെ ഭയങ്കര പൈസ കൂടി. കാരണം AI വേണ്ടിയിട്ട് ഹാർഡ്വെയർസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്റ്റാക്ക് ചെയ്യുന്നുണ്ട് കമ്പനികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ യൂസിനായിട്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കസ്റ്റമർ ഇലക്ട്രോണിക്സ് ഗുഡ്സിനായിട്ട് ഈ പറഞ്ഞ ഹാർഡ്വെയർ അറ്റൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ സോണി നെക്സ്റ്റ് കൺസോള് ഇച്ചിരൂടെ നീട്ടിപ്പിടിച്ചത്. ഇവിടെയാണ് PS5 Pro മിന്നി തിളങ്ങി തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു PS5 Proന്റെ ഇപ്പം മേടിക്കുന്ന ഒരാൾക്ക് PS5 Pro മാക്സിമം യൂസ് ചെയ്യാൻ പറ്റിയിരുന്നതെന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 2 കൊല്ലമായിരുന്നു. എപ്പം 2026 PS6 റിലീസ് ചെയ്യുമായിരുന്നെങ്കിൽ അതേ PS6 ആണ് ഇപ്പോൾ പറയുന്നത് 2029 അല്ലെങ്കിൽ 30 റിലീസ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ PS5 Proന്റെ കാലാവധി ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. അതായത് 2026 ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകേണ്ടിയിരുന്ന കൺസോള് ഇപ്പം 2029 അല്ലെങ്കിൽ 2030 വരെ അതിൻ്റെ ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഇവിടെ PS5 Proന്റെ മെയിൻ കുറച്ച് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഏറ്റവും സൂപ്പർ പവർഫുൾ കൺസോളാണ് PS5 Pro. നമ്മുടെ നിലവിലുള്ള PC-കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒട്ടും കേപ്പബിൾ അല്ല, എന്നാൽ പോലും കൺസോളുകളിലത്തെ ഏറ്റവും പവർഫുൾ കൺസോളാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2030 വരെ കൺസോളുകളിൽ ഇറങ്ങുന്ന എല്ലാ ഗെയിംസും PS5 Proയ്ക്ക് വേണ്ടിയിട്ട് ഫുള്ളി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിംസ് ഇറങ്ങുമ്പം അതിനെ ഏറ്റവും കേപ്പബിൾ ആയിട്ട് റെൻഡർ ചെയ്യാൻ സാധിക്കുന്ന കൺസോളുകളിലത്തെ നമ്പർ 1 ഹാർഡ്വെയർ ആയിരിക്കും PS5 Proയിൽ ഉണ്ടാവുന്നത്. ഇത് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന കുറച്ച് ഗെയിംസിന്റെ ലൈനപ്പ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്പർ 1 GTA 6, പിന്നെ പ്ലേ സ്റ്റേഷൻ ഫാൻസിന് വേണ്ടിയിട്ട് വൂൾവറിൻ ഗെയിം, അത് സ്പൈഡർമാന് ശേഷം ഇൻസോംനിയാക് ഗെയിംസിന്റെ മെയിൻ ഗെയിമാണ് വൂൾവറിൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ അടുത്ത് കണ്ടു കാണും ജോൺ വിക്ക്, അതുപോലെ ജെയിംസ് ബോണ്ട് 007 ഒരു ഗെയിം വരുന്നുണ്ട്, ഫോർസ ഹൊറൈസൺ 6 വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ട് ഇനി അതായത് 2030 വരെ കുറച്ച് വമ്പൻ ഗെയിമുകളുടെ ലൈനപ്പാണ്. ഇത്രയും നാൾ ആൾക്കാർക്കൊരു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, PS5 ജനറേഷൻ ആയിരുന്നു കഴിഞ്ഞ ഒരു PS4 അല്ലെങ്കിൽ PS3 ജനറേഷനുകളെ അപേക്ഷിച്ച് ഗെയിമുകളുടെ ക്വാളിറ്റിയിൽ കുറച്ച് ഇടിവ് വന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗെയിമുകളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഗെയിമുകളുടെ ഗ്രാഫിക്സ് അല്ല, പകരം മനുഷ്യനെ പിടിച്ചിരുത്തുന്ന ടൈപ്പുള്ള ഗെയിമുകൾ. ഈ ഒരു ജനറേഷനിലത്തെ ഗെയിമുകൾ ഈവൻ ബേസ് PS5 പോലും പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. അപ്പം 2030 വരെ സോണി ഈ ഒരു ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സ് ഒക്കെ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു കൺസോളിന് വേണ്ടിയിട്ട് ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഉള്ള കൺസോളുകൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഗെയിമുകൾ ഇറക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അടുത്തൊരു 3 അല്ലെങ്കിൽ 4 കൊല്ലത്തേക്ക് PS5 Pro ആയിരിക്കും കൺസോളുകളിലത്തെ രാജാവ്. കൺസോളിലത്തെ രാജാവ് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഗെയിമുകളിലത്തെയും രാജാവ്. കാരണം എന്ന് പറഞ്ഞാൽ PCL ഗെയിമുകൾ റിലീസ് ആവുന്നതിൻ്റെ വളരെ മുൻപേ തന്നെ കൺസോളിൽ ഗെയിമുകൾ റിലീസ് ആവും. അതും PC കഴിഞ്ഞും കുറെ കൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടായിരിക്കും
കൺസോളുകളിൽ ആദ്യമേ ഇറങ്ങി തുടങ്ങുന്നത്. അത് കഴിഞ്ഞേ ഉള്ളൂ. മിക്കവാറും GTA 6 ഒക്കെ കൺസോളിലായിരിക്കും ആദ്യമേ ഇറങ്ങാൻ പോകുന്നത്. അത് കഴിഞ്ഞൊരു മൂന്നാലഞ്ചല്ല, ഒരു 6-7 മാസം അല്ലെങ്കിൽ ഏകദേശം ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പതുക്കെ PC-യിലോട്ട് വരുന്നത്. ഏതായാലും ഇനിയിപ്പം ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് PS5 Pro കണ്ണും പൂട്ടി മേടിക്കാം. കണ്ണും പൂട്ടി മേടിക്കാന്ന് പറഞ്ഞാലും പൈസ ഇച്ചിരി ഉണ്ടാവും, എന്നാലും ഒരു മനസ്സമാധാനം കിട്ടും. കാരണം ഏറ്റവും കുറഞ്ഞത് ഒരു 4 അല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തേക്കെങ്കിലും ഈ ഒരു കൺസോൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കൺസോളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലത്തെ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റീവ് ജോബ്സ്, എലോൺ മസ്ക്, ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവർ വിഷണറി ലീഡേഴ്സാണ്. അതുപോലെ നമ്മളിപ്പോൾ നോക്കിയാൽ ഒട്ടുമിക്ക ടെക് കമ്പനികളുടെയും തലപ്പത്ത് ഇത്തരത്തിലുള്ള വിഷണറീസ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ NVIDIAയുടെ CEO ജെയ്സൺ ഹ്യൂങ് എന്നും പറഞ്ഞൊരു പുള്ളി, അതുപോലെ AMDയുടെ CEO ലിസ സു എന്നും പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരത്തി. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു 1-2 കൊല്ലം തട്ടിമുട്ടി പോകാൻ വേണ്ടിയിട്ടല്ല ഇവരുടെ വിഷൻ സെറ്റ് ചെയ്യുന്നത്. ഇവർ ഈ കമ്പനീനെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത ഒരു 10 അല്ലെങ്കിൽ ഒരു 10-20 കൊല്ലത്തേക്കുള്ള കമ്പനിയുടെ സ്ട്രാറ്റജിയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. അതിനുള്ള പ്രോഡക്ട്സ് റിലീസും പ്രോഡക്റ്റ് ഡിസൈനും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ മെയിനായിട്ട് ഈ കമ്പനികളിലൂടെ നോക്കുന്നത്. അതായത് ഭയങ്കരം ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള വിഷണറി ലീഡേഴ്സ് ചിന്തിക്കുന്നത്. ആ കമ്പനികളുടെ ഒക്കെ തന്നെ നമ്മൾ ആ ഒരു ഗ്രാഫ് നോക്കിയാൽ അതിൽ നിന്ന് വ്യക്തമാണ് അവർ ഭയങ്കര സക്സസ്ഫുൾ ആണ്. സോണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഗുഡ്സ് ലോകത്തിൽ വിറ്റഴിക്കുന്ന ഒരു ഭീമൻ കമ്പനിയാണ്. അപ്പൊ നമ്മൾ ഒരുപക്ഷെ ഓർക്കും സോണിയുടെ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള ഒരു സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രാവിയ TV ഡിവിഷൻ ആയിരിക്കും എന്ന് ഓർക്കും. അതുപോലെ തന്നെ സോണിയുടെ ക്യാമറ ഡിവിഷൻ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭീകരമാണ് അതിന്റെ വിറ്റുവരവ് എന്ന് പറയുന്നത് ഈ ഓരോ ഡിവിഷന്റെയും. പക്ഷേ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ സോണിയുടെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് PlayStation ആണ്. സോണി ഈ അടുത്ത് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കമ്പനി വിറ്റഴിച്ചത് 92 മില്യൺ PlayStation 5 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ സോണിയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച കണക്കുകളാണ് ഈ PlayStation 5ന്റെ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കമ്പനിയുടെ ഏറ്റവും സക്സസ് ആ ഒരു PlayStation ഡിവിഷനിലുണ്ട്. ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു PlayStation ഡിവിഷന്റെ മേലെ ഒരു വിഷണറി ലീഡർ ഉണ്ട്. പുള്ളിയുടെ പേരാണ് മാർക്ക് സെർണി. മാർക്ക് സെർണി എന്ന് പറഞ്ഞാൽ PlayStationന്റെ ലീഡ് ആർക്കിടെക്റ്റ് അഥവാ ചീഫ് ആർക്കിടെക്റ്റ് ആണ് പുള്ളി. അല്ലാതെ CEO അങ്ങനത്തെ സംഭവമല്ല, ലീഡ് ആർക്കിടെക്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടെക് ഗൈ ആണ്. പക്ഷെ പുള്ളിയാണ് തീരുമാനിക്കുന്നത് ഈ കൺസോൾ അല്ലെങ്കിൽ അടുത്തായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു കൺസോൾ എങ്ങനെ വേണം, എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, എന്താണ് നമ്മൾ അടുത്ത ഒരു കൺസോൾ ജനറേഷനിൽ പ്രതീക്ഷിക്കേണ്ടത്. മാർക്ക് സെർണി എന്ന് പറയുന്നത് പക്ക ഒരു വിഷണറിയാണ്. കാരണം പുള്ളി PS4 കൺസോളിൽ, PS3 കൺസോളിൽ, ഇപ്പം തന്നെ PS5 കൺസോളിൽ എല്ലാം പുള്ളിയുടെ തലയാണ് പ്രവർത്തിച്ചേക്കുന്നത്. അതായത് പുള്ളി തീരുമാനിക്കും ഈ കൺസോളിൻ്റെ അകത്ത് എന്ത് സംഭവം വേണം എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്റ്റീവ് ജോബ്സ് തീരുമാനങ്ങൾ എടുക്കുമായിരുന്നല്ലോ, അടുത്തൊരു ആപ്പിൾ പ്രോഡക്റ്റ് ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം, അതിൽ ഇന്ന ഫീച്ചർ വേണം, ഇന്നത് വേണം ആൾക്കാർ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെയാണ് മാർക്ക് സെർണിയും ചിന്തിക്കുന്നത്. കാരണം പുള്ളിക്ക് മുൻകൂട്ടി അറിയാം എന്താണ് ഗെയിമേഴ്സിന് വേണ്ടത് എന്നുള്ളത്. ഈ ചില കമ്പനിയിലത്തെ CEOമാരെ പോലെ പക്ക മാനേജ്മെന്റ് സൈഡ് അല്ല മാർക്ക് സെർണി. മാർക്ക് സെർണി ഇഷ്ടംപോലെ കമ്പനികളിൽ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ സേഗായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ PlayStationന്റെ തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, നോട്ടി ഡോഗ് എന്നും പറഞ്ഞിട്ട്, അതിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പുള്ളിയും കൂടെയാണ് ഈ പറഞ്ഞ മാർക്ക് സെർണി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കറിയാം ഗെയിമേഴ്സിന് എന്താണ് വേണ്ടത്. ആ ഒരു വിഷൻ പുള്ളിയുടെ കൺസോളുകളിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. 2024 അവസാനം മാർക്ക് സെർണി PS5 Proന്റെ ഒഫീഷ്യൽ റിലീസിന് മുന്നേ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രസന്റേഷൻ എടുത്തു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രസന്റേഷൻ അല്ല, പകരം ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസന്റേഷൻ. കൺസ്യൂമേഴ്സിനായിട്ട് പിന്നീട് പുള്ളി ഒരു പ്രസന്റേഷൻ എടുത്തു, പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഡെവലപ്പേഴ്സിനായിട്ട് പുള്ളി ഒരു പ്രസന്റേഷൻ എടുത്തു. ഈ ഒരു പ്രസന്റേഷൻ ഡെവലപ്പേഴ്സിനുള്ളതായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷനാണ്. പക്ഷേ ഈ ഒരു പ്രസന്റേഷനിൽ ഈ ഒരു കൺസോളിന്റെ പ്രത്യേകത എസ്പെഷ്യലി കമ്പയർഡ് ടു ദ ബേസ് PS5 വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസന്റേഷൻ ഇച്ചിരി നല്ല രീതിയിൽ പക്ക ടെക്നിക്കലാണ്. അപ്പം ഞാൻ എൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഇത് ഫുള്ളിരുന്ന് കണ്ടു. എന്നിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ബൈ ദ വൈ, ഈ ഒരു പ്രസന്റേഷനിലൂടെ പോകുന്നതിന് മുന്നേ ബേസ് PS5ന്റെയും PS5 Proന്റെയും സ്പെക് കമ്പാരിസൺ നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്പെക് കമ്പാരിസൺ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും തന്നെ ഐഡന്റിക്കലാണ്, സിമിലർ ആണ്. പക്ഷേ 2-3 ഇടങ്ങളിൽ മാത്രമേ ഇച്ചിരി ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Wi-Fi 7ന്റെ ഒരു ഇൻക്ലൂഷൻ, അത് PS5 Pro കൺസോളിൽ. അതൊരു /A എന്നും പറഞ്ഞ എന്തോ ഒരു സാധനം അവസാനം ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ അത് തന്നെയാണ് Wi-Fi 7 എനിക്കൊരു ഉറപ്പില്ല.
പക്ഷേ അത് മാത്രമേ ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. പക്ഷേ ബേസിക്കലി ഓൺ ദി ഔട്ട്സൈഡ് Wi-Fi 7 കേപ്പബിൾ ആണ് PS5 Pro കൺസോൾ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംഭവം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ CPU അഥവാ മെയിൻ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ സിമിലർ ആണ് രണ്ടിൻ്റെ. അതായത് ഇവിടെ മെയിൻ ഒരു ഡിഫറൻസ് സ്റ്റോറേജിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബേസ് PS5 1 TB കസ്റ്റം SSD എന്നാണ് എഴുതിയേക്കുന്നത്. PS5 Proയിൽ 2 TB കസ്റ്റം SSD എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് ബേസ് PS5ൻ്റെ ഡബിൾ ദ സ്റ്റോറേജ് ഉണ്ട് PS5 Proയിൽ. ഇത് ഒഫീഷ്യൽ റിലീസ് സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഇവർ മാർക്കറ്റ് ചെയ്തായിരുന്നു, ഡബിൾ ദ സ്റ്റോറേജ് കിട്ടുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവർ മാർക്കറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ PS5 Proന് ഇത്രയും രൂപ കൊടുത്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അതിൽ ഡിസ്ക് ഡ്രൈവ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവന്മാർ ഈ സ്റ്റോറേജ് പൊക്കി പിടിച്ച് മാർക്കറ്റ് ചെയ്തത്. വേറെ നമ്മൾ ഡിഫറൻസ് നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് പറഞ്ഞാൽ മെമ്മറിയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മെയിൻ പവർ ഡ്രോ ഒക്കെ നോക്കുമ്പോൾ ഇതിന് ബേസ് PS5ന് 350 വാട്ട് ആണെങ്കിൽ PS5 Proയ്ക്ക് 390 വാട്ട് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഡയമെൻഷൻസിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറും ബാക്കി കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്, പോർട്സിന്റെ എണ്ണം കാര്യങ്ങളൊക്കെ. പിന്നെ മെയിൻ ഡിഫറൻസ് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ്. മെമ്മറി ഇവിടെ കണ്ടോ, GDDR6 16 GB മെമ്മറിയാണ് ബേസ് PS5ല്. പ്രോ കൺസോളിൽ വരുമ്പോഴത്തേക്കും GDDR6 16 GB തന്നെയാണ്. പക്ഷേ അഡീഷണൽ ഒരു DDR5 2 GB കൂടെ വരുന്നുണ്ട്. ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമ്മൾ ഈ പ്രസന്റേഷനിൽ കാണുന്നുണ്ട്. ഇനി CPU നോക്കിയാൽ CPUവും സിമിലർ തന്നെയാണ്. അതായത് x86 ആർക്കിടെക്ചറാണ്, 64-bit AMD Ryzen Zen 2. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ Zen 4 ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈവൻ Zen 5 Zen 6ഉം റോഡ് മാപ്പ് ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾ ഓർത്തോണം, ഇത് 2020 ഇറങ്ങിയ കൺസോളാണ്. അതുകൊണ്ടാണ് Zen 2 പ്രൊസസ്സർ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കും 2024 ഇറക്കിയ കൺസോൾ ആയിരുന്നെങ്കിൽ എന്തിനും ഇവന്മാരി Zen 2 തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു, ഒരു Zen 3ഓ Zen 4ഓ എടുക്കത്തില്ലായിരുന്നോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ പ്രസന്റേഷൻ കാണുന്നുണ്ട്. ഈ ഒരു പ്രൊസസ്സറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 കോറും 16 ത്രെഡും. അപ്പോൾ ഈ ഒരു 8 കോർ 16 ത്രെഡ് എന്ന് പറഞ്ഞാൽ ഗെയിമിങ്ങിനൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ആയിരിക്കും. നമുക്ക് നോക്കാം പ്രസന്റേഷനിൽ എന്താ പുള്ളി പറയുന്നതെന്ന്. ഇനി GPU നോക്കുമ്പം ബേസ് PS5ൽ 10 ടെറാഫ്ലോപ്സ് ആയിരുന്നു. അപ്പോൾ ഈ ടെറാഫ്ലോപ്സ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ പവറിന്റെ ഒരു മെഷർമെന്റ് ആയിട്ട് നമുക്ക് കാണാം. ബേസ് PS5ൽ GPU എന്ന് പറഞ്ഞാൽ 10 ടെറാഫ്ലോപ്സ് ആയിരുന്നു. AMD Radeon RDNA ബേസ്ഡ് ഗ്രാഫിക്സ് എഞ്ചിൻ, അത് RDNA 2 ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ വരുമ്പോൾ GPUവിന് ഒരു ഡിഫറൻസ് ഉണ്ട്. 16.7 ടെറാഫ്ലോപ്സ്, അതായത് ഓൾമോസ്റ്റ് ഒരു 6.7 ടെറാഫ്ലോപ്സിന്റെ കൂടുതൽ. AMD Radeon RDNA ബേസ്ഡ് ഗ്രാഫിക്സ് എഞ്ചിൻ, അപ്പം അത് RDNA 2 ആണ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പം ഏറ്റവും ഡിഫറൻസ് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ GPUവിലത്തെ ഈ ഒരു ടെറാഫ്ലോപ്സ് ഡിഫറൻസ് ആണ്. അപ്പം ടെറാഫ്ലോപ്സ് ഡിഫറൻസ് മാത്രമാണോ അതോ ആർക്കിടെക്ചർ വൈസ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അതൊക്കെ നമ്മൾ ഈ പ്രസന്റേഷനിൽ കേൾക്കാൻ പോവാണ്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ രണ്ട് മാറ്റങ്ങളേ ഉള്ളൂ. ഒന്ന് മെമ്മറിയിൽ ഒരു അഡീഷണൽ 2 GB മെമ്മറി വരുന്നുണ്ട്. അത് പക്ഷേ DDR5 മെമ്മറിയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ GPUവിൻ്റെ ആ ഒരു ടെറാഫ്ലോപ്സ് ഡിഫറൻസ്, അതായത് ഓൾമോസ്റ്റ് ഒരു 6.7 ടെറാഫ്ലോപ്സ് ഡിഫറൻസ് GPUവിൽ വരുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷനിൽ മെയിനായിട്ട് കാണാൻ പോകുന്നത്.